കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടിട്ടുള്ളതിനേക്കാൾ വളരെ ചൂടേറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കുവാൻ പോകുന്നത്. നീണ്ട 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തോടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ട്. ആ ചിന്താഗതികൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി അത് വോട്ടുകളാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്. UDF കൺവീനർ എന്ന നിലയിൽ വി സതീശനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നതും. അദ്ദേഹം നയിക്കുന്ന ജാതിയിലെ പ്രശ്നങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നൽകുന്ന ഇന്റർവ്യൂകളിലൂടെയും നിയമസഭയിൽ ഉയർത്തുന്ന വാദങ്ങളിലും റിപ്പോർട്ടർമാർക്ക് നൽകുന്ന പ്രതികരണങ്ങളിലും സർക്കാരിനെതിരായ വികാരം വളർത്തുകയും ഒരു പുതിയ സർക്കാർ കേരളത്തിൽ വരുവാൻ പോകുന്നുവെന്നും ജനങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇതോടെ UDF അധികാരത്തിലെത്തിയാൽ വി സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചു തുടങ്ങി. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള ചോദ്യത്തിന് നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിലാണ് മറുപടി നൽകുന്നത്. UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാരമ്പര്യമില്ല. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുമെന്നാണ് ആവർത്തിക്കുന്നത്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തതിൽ കോൺഗ്രസ് പല മാനദണ്ഡങ്ങളും നോക്കാറുണ്ട്. ഒന്ന് സീനിയോറിറ്റിയാണ്. അപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ എല്ലാവരും അംഗീകരിക്കുന്ന ആളായിരിക്കണം. തീർച്ചയായും ഹൈക്കമാൻഡിനോട് വിധേയത്വം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത, മികച്ച പൊതുജീവിതം, ഒപ്പം സംസ്ഥാനത്തെയും പാർട്ടിയെയും ഒരേപോലെ നേതൃത്വം നൽകുവാനും കഴിവുണ്ടാകണം. പാർട്ടി ഒറ്റപ്പെട്ടുപോയ സാഹചര്യങ്ങളിലെല്ലാം പാർട്ടിക്ക് ഒപ്പം ശക്തമായി നിന്ന ആളുമാകണം. മറ്റൊരു പ്രധാന കാര്യം, മന്ത്രിയായോ നേതൃത്വ പദവികളിലോ സേവനമനുഷ്ഠിച്ച പ്രവൃത്തി വിജയം പരിഗണിക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റ് പാർട്ടിയെ തിരികെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഭാവി മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ പല ആളുകളും അഭിസംബോധന ചെയ്യുമ്പോഴും ഒരു നിഴൽ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന വ്യക്തമായ ധാരണയുണ്ടെന്നാണ്. ഈ സമയത്ത് അടുത്ത മുഖ്യമന്ത്രി പദത്തിന്റെ വ്യക്തമായ വെളിച്ചം വീശുന്നത് രമേശ് ചെന്നിത്തലയിലേക്കാണ്. കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തൊക്കെ ചെയ്യാനാണ് മുൻഗണന നൽകുന്നത് എന്ന്. ആ ചോദ്യത്തിന് യാതൊരു ആശങ്കയും ഇല്ലാതെയാണ് ഉത്തരത്തിലേക്ക് അദ്ദേഹം കടന്നത്. സർ, അടുത്ത CM ആയി വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അറ്റൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. നമ്മുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി, വിവിധ മേഖലകളിൽ നിന്നും പല സമുദായങ്ങളിൽ നിന്നുമുള്ള പിന്തുണ, വളരെയധികം ചർച്ച ചെയ്തതിനു ശേഷം നിലപാടുകൾ എടുക്കുന്ന പ്രവണത എല്ലാം അനുകൂല ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വി സതീശന്റെ മുഖം ഉയർന്നു നിന്നാലും രാഷ്ട്രീയം ഈ വിസിബിലിറ്റിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് ഞാൻ വിലയിരുത്തുന്നു. കോൺഗ്രസ് പിന്തുടരുന്ന രീതി അനുസരിച്ച് ഒരു UDF സർക്കാർ വന്നാൽ ആഭ്യന്തരമന്ത്രിയായി വി സതീശൻ ആയിരിക്കും എത്തുക. പാർട്ടിയിലുള്ള സ്വാധീനവും ഉറച്ച ശബ്ദവും സാമുദായിക ബാലൻസും പ്രാതിനിധ്യവും ഹൈക്കമാൻഡിലെ സ്വാധീനവും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നേതൃത്വം വരാനാണ് സാധ്യത. ഇതൊരു നിഗമനം മാത്രമാണ്. അതുകൊണ്ട് മറ്റ് മന്ത്രി പദവികളിൽ ആരൊക്കെ ആയിരിക്കും വരികയെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി പദത്തിലേക്ക് മറ്റെന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നുമില്ല. ഇത് രാഷ്ട്രീയമായതുകൊണ്ട് എവിടെ മാറി മറിയുമെന്ന് പറയുവാനും കഴിയില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കട്ടെ, തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, ഫലം വരട്ടെ. അതുവരെ ഈ നിഗമനം ഫലവത്താകുമോ എന്ന് കാത്തിരുന്ന് അറിയാം.